സമകാലീന ജീവിതത്തിൽ ജാഗ്രതയോടെ കഴിയുന്ന ജനം അവൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മങ്ങലേൽക്കുമ്പോൾ പ്രതികരിക്കും. എല്ലാം കണ്ടും കേട്ടും ജീവിക്കുന്നവർ അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ തേടും. സ്വാഗതം എൻ്റെ നാട് എൻ്റെ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം ബീച്ചിനെ നഗരസഭയും ടൂറിസം വകുപ്പും അവഗണിക്കുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന ഇവിടെ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല. ബീച്ചിനെ സംരക്ഷിക്കാതെ നശിപ്പിക്കുന്നതും ശക്തമായ പ്രതിഷേധത്തിനിടയാകും. തിരുവനന്തപുരത്ത് നിന്നും പാട്രിക് റോയുടെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്തെ തെക്കേ കൊട്ടാരത്തിന് മുന്നിലാണ്. ഈ തെക്കേ കൊട്ടാരത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ പല ഭാഗങ്ങളും ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിൻ്റെ ഈ തെക്കേ കൊട്ടാരം മ്യൂസിയമായി തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകണം. തിരുവനന്തപുരം കോർപ്പറേഷനും സർക്കാരും ശംഖു ബീച്ചിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. ശംഖു ബീച്ചിൻ്റെ അവഗണനയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കാണുന്ന മുത്തുച്ചിപ്പി പാർക്ക്. ഇവിടെ കുടുംബസമേതം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്ന മുത്തുച്ചിപ്പി പാർക്ക്. മുത്തുച്ചിപ്പി പാർക്കിൽ 50 ലക്ഷം രൂപ ചെലവിൽ ഉടൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭരണാധിപന്മാർ ഉറപ്പു നൽകി. എന്നാൽ ഇതുവരെയും ഏതൊരു നവീകരണവും ഇവിടെ ഉണ്ടായില്ല. ശംഖുമുഖത്തിനെ അധികൃതർ അവഗണിക്കുന്നതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ കാണുന്ന ചക്കരക്കുളം. ഒരു കാലത്ത് മഹാരാജാവ് ആറാട്ടിന് വരാൻ സമയത്ത് നീരാടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കുളം ഇന്ന് ടൂറിസ്റ്റുകളുടെയും ഇവിടെ എത്തുന്ന മറ്റു വിനോദസഞ്ചാരികളുടെയും മലമൂത്ര വിസർജന കേന്ദ്രമായി അധംപതിച്ചിരിക്കുകയാണ്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണാം, ഇവിടെ ഒരു കുളം കാണാം. അത് ഈ രാജാവിൻ്റെ അത്രയും ഇവിടുത്തെ ഈ കൊട്ടാരത്തിൻ്റെ അത്രയും പ്രാധാന്യമുള്ള ഈ കുളമാണ്. ഈ കുളം ഒരു കാരണവശാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നാലും ഈ കുളത്തിന് എപ്പോഴും അവഗണന മാത്രമേ ഉള്ളൂ. കാട് പിടിച്ച് എല്ലാവരും ഒന്നിനും രണ്ടിനും പോകുന്ന സ്ഥലം ഇവിടെയാണ്. ചവറ് കൊണ്ടിടുന്ന സ്ഥലം, കത്തിച്ച് ചവറ് കൊണ്ടിടുന്ന സ്ഥലം ഇവിടെയാണ്. ഈ കുളം നന്നാക്കണമെന്ന് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഇവിടുത്തെ കൗൺസിലറായാലും ഇവിടുത്തെ MLA മാരായാലും മന്ത്രിമാരായാലും ഈ വാർഡിനോട്, ഈ ശംഖുമുഖം ബീച്ചിനോട് പൂർണ്ണ അവഗണനയാണ്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ ബീച്ചിൽ ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല. ഞങ്ങൾ കൊച്ചുകുട്ടികളുമായിട്ട് ഉച്ചയായപ്പോൾ മുതലിവിടെ വന്നതാണ്. ഒരു മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം പോലും ഇത്രയും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകളായ ഞങ്ങളും കുട്ടികളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഈ ശംഖുമുഖം ബീച്ചിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള യാതൊരു വിധമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ദിവസം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവിടെ ടോയ്ലറ്റ് സംവിധാനമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികൃതർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ വളരെ നന്നായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2,57,00,000 രൂപ മുടക്കി നിർമ്മിച്ച സുനാമി പാർക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ 2010 മെയ് 30 ഉദ്ഘാടനം കഴിയുകയും ഉദ്ഘാടന സമയത്ത് ഈ പാർക്ക് അതിമനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും കാർപ്പറ്റ് ഗ്രാസ്
പാകി മനോഹരമാക്കുകയും ചെയ്തു. ഇതിനെ സംരക്ഷിക്കാൻ ആളില്ല. ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ തോട്ടക്കാരുണ്ടായിരുന്നു. ഇന്ന് ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ. ലൈറ്റുകൾ ഒരു ദിവസം കത്തും, 2 ദിവസം കത്തും, 3-ാമത്തെ ദിവസം കത്തില്ല, മുഴുവൻ ഇരുട്ടാണ്. അത് കഴിഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ വാതിലിന്റെ തൊട്ട് താഴെ JCB കൊണ്ട് കുഴിച്ച് ചവർ കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കൊട്ടാരം തെക്കേ കൊട്ടാരമുണ്ട്. തെക്കേ കൊട്ടാരത്തിൽ JCBയിലെ 3 കുഴികളുണ്ട്. അവിടെ കൊണ്ട് ചവർ കൊണ്ടിടുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ചിൽഡ്രൻസ് പാർക്കുണ്ട്. അവിടെ വരുന്ന പിള്ളേർക്ക് ഈ മാലിന്യത്തിന്റെ നാറ്റം എല്ലാം അടിച്ച് അവർക്ക് അസുഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടുത്തെ കൗൺസിലറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദ്യമാണ്, ഞങ്ങൾ എവിടെ കൊണ്ട് ചവറിടുമെന്ന്. നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാനാണ് ജനപ്രതിനിധികളെ ജയിപ്പിച്ച് ഓരോ സ്ഥലത്ത് അയക്കുന്നത്. അവർ നമ്മോട് തിരിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു. ഞങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം അവർ തരേണ്ടത്. അപ്പോൾ അതിനൊന്നും ഒരു കാലഘട്ടത്തും ഇവിടെ ഒരിത് നടന്നിട്ടില്ല. പിന്നെ സുനാമി പാർക്ക് തികച്ചും ശവപ്പറമ്പാണ്. രാത്രികാലങ്ങളിൽ ഒട്ടും ലൈറ്റില്ല. രാത്രികാലങ്ങൾ ആവശ്യത്തിനുള്ള ലൈറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ജനങ്ങളെല്ലാം അതുവഴി പോയി അവിടെ 2 കൽമണ്ഡപങ്ങളുണ്ട്. ആ കൽമണ്ഡപത്ത് പോയിരുന്ന് കാറ്റ് കൊള്ളുകയൊക്കെ ചെയ്യും. അതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കുറെ കടകൾ കെട്ടിയിട്ടുണ്ട് സുനാമി പാർക്കിനകത്ത്. കൂടിയ റേറ്റിനായിരിക്കും ഈ കടകൾ പോകുന്നത്. കാരണം ആരും എടുത്തില്ലെങ്കിൽ ഗവൺമെന്റിന്റെ വസ്തുവാണ്, ഗവൺമെന്റ് സ്ഥലമാണ്. ആരും എടുത്താലും ആവശ്യക്കാർ വന്ന് എടുത്തില്ലെങ്കിൽ അവർക്കൊരു നാശനഷ്ടമില്ല. പക്ഷെ ഈ കട വെറുതെ കിടക്കുകയാണ്. ഇവിടെ ചുറ്റിലും കട കെട്ടിയിട്ടുണ്ട്, ഹോട്ടലുണ്ട്, ചെറിയ കടകളുണ്ട്. ഒന്നും കൊടുക്കുന്നുമില്ല, ആർക്കൊന്നും ചെയ്യുന്നുമില്ല. അത് അതേപോലെ ശവപ്പറമ്പ് പോലെ, തികച്ചും ഒരു ശവപ്പറമ്പ് തന്നെ. ഇപ്പോൾ സമയം 7 മണിയാകാറായി. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം വിമാനത്താവളത്തിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു പോസ്റ്റ് ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിൽ കൂരിരുട്ടായതുകൊണ്ട് അന്യദേശത്തുള്ളവർ വന്നിട്ട് മദ്യപാനം വരെ ചെയ്യുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ മാർച്ച് 28-നായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ 2 മക്കളുടെ അമ്മയായ ഐസ്ക്രീം വിൽപ്പനക്കാരി ജനറ്റിന്റെ ജീവൻ പൊലിഞ്ഞത്. തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കാനും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ നിരീക്ഷിക്കാനും വേണ്ടത്ര പോലീസോ ടൂറിസം ഗൈഡുകളോ ഇവിടെയില്ല. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ലോകശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ദുസ്ഥിതിയാണ്. അധികൃതരുടെ ശ്രദ്ധ ഇനിയെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നും നവീകരണ നടപടികൾ ആരംഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ടൂറിസം ഡിപ്പാർട്ട്മെന്റും തിരുവനന്തപുരം കോർപ്പറേഷനും ശംഖുമുഖത്തിന്റെ വികസനത്തിനെ കുറിച്ച് ഉണർന്ന് ചിന്തിക്കണം. ACV ന്യൂസിന്റെ എൻ്റെ നാട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ശംഖുമുഖത്ത് നിന്ന് റോയ്.